പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പണ്ട് വണ്ടിൻ്റെ ഉള്ളിൽ നിന്നൊരു സൗണ്ട്. മഴക്കാലൊക്കെ അല്ലേ, ഇപ്പം അടുത്തായിട്ട് വണ്ടിൻ്റെ ഉള്ളിലൊക്കെ പാമ്പ് കയറിയ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നതുകൊണ്ട് ഇതെടുത്ത് പോകാൻ തന്നെ ഒരു ധൈര്യമല്ല കേട്ടോ. ഈ ഫ്ലാഷ് ലൈറ്റ് കൊണ്ടൊക്കെ എന്ത് കാണാനാ? ടോർച്ച് തപ്പിയിട്ടാണ് എവിടെയും ടോർച്ചും ഇല്ല കേട്ടോ. അപ്പം അധികം വീട്ടിലും ടോർച്ചും എമർജൻസി ഒന്നും ഉണ്ടാവില്ല. അപ്പം കറണ്ട് ഇല്ലാത്ത പൊരയൊന്നും ഇല്ലല്ലോ. തട്ടുംപുറത്ത് ഏതോ ടോർച്ച് എന്തായാലും കിട്ടിയിട്ടുണ്ടായി. ഇതിൻ്റെ ഉള്ളിലുള്ള സാധനത്തിനെ പുറത്ത് ചാടിക്കാൻ വേണ്ടി നല്ല സൗണ്ടിൽ പാട്ടിട്ട് നോക്കി ഫസ്റ്റ് കേട്ടോ. എവിടെ പുറത്തോട്ട് വരാം. ഫൈനലി എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഉള്ളിൽ പൂച്ചയാണ് വന്നതെന്ന് കേട്ടോ. പൂച്ച നിങ്ങൾക്ക് കാണാൻ പറ്റിയതില്ലേ? പൂച്ച എങ്ങനെയാ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയതെന്ന് എനിക്കറിയില്ല. സംഭവം ഉണ്ടായിട്ട് പൂച്ച അതിൻ്റെ ഉള്ളിൽ കിടന്ന് ചത്തുപോയിട്ടോ. അതുകൊണ്ട് തന്നെ കാറിൻ്റെ സംഭവം മൊത്തം അയച്ച് ക്ലീൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കാനാവൂല കേട്ടോ. കാരണം ഭയങ്കര മെനക്കേടാ. അപ്പുറത്തെ ടയറിനുള്ളിലാണല്ലേ, കേറിയിട്ടില്ല, മേലെ കേറിയത്. ആടെ വെക്ക് വണ്ടി. ആ കാണുന്ന പേപ്പറിൽ ഇന്നലെ ഫുഡ് ഇട്ട് കൊടുത്തതാട്ടോ. കൊടുത്തപ്പോഴേ എനിക്ക് തോന്നി ഈ പൂച്ചന് എങ്ങോട്ടും പോകണ്ടാവില്ല. എങ്ങനെയൊക്കെ ഒരു ചട്ടീൻ്റെ അകത്ത് പൂച്ചനെ പിടിച്ചിട്ടുണ്ട്. അപ്പുറത്തെ പറമ്പിലിടാൻ പോവാണ് കേട്ടോ. അങ്ങനെ അത് സേഫ് ആണെന്ന് ഉറപ്പാക്കിയപ്പോ വീട്ടിലെത്തി. രാത്രിയായപ്പോ ഈറ്റകൾ വീണ്ടും വന്നടോ. അപ്പൊ ഞാൻ എങ്ങനെയൊക്കെയോ സാഹസികമായി കവറിൻ്റെ അകത്താക്കിയിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് ഇതിനെ പിടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിൻ്റെ ഉള്ളിലൊക്കെ കിടന്നിട്ട് ഇതിനെന്തെങ്കിലും പറ്റി ചാവുകയോ ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് ഇതിന് ഫുഡോ കിട്ടുന്ന ഒരു ഏരിയ കൊണ്ട് ചാക്കണം.